ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ക്ഷണം സ്വീകരിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്, പ്രവാചക ചര്യയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വിവാഹത്തിന് വേണ്ടിയുള്ള ക്ഷണം, ആ ക്ഷണം അതിന് മറുപടി കൊടുക്കുക എന്നത് നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ അതിന് തെളിവായി പറഞ്ഞ ഹദീസ് ഇതാണ്: ഷറു തആം തആമുൽ വലീമ യുദ്ആ ലഹ അൽ അഗ്നിയ വയുത്റകൽ ഫുഖറ. ഏറ്റവും മോശമായ വിവാഹസദ്യ, ഏറ്റവും മോശപ്പെട്ട വിവാഹസദ്യ, ആ സദ്യയിലേക്ക് സമ്പന്നന്മാരെ ക്ഷണിക്കുകയും സാധുക്കളെ ഒഴിവാക്കുകയും ചെയ്യുന്ന, അങ്ങനെ നടത്തുന്ന വിവാഹസദ്യ ഏറ്റവും മോശപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു: വമൻ തറക ദഅവ ഫഖദ് അസല്ലാഹ വറസൂല. ആരെങ്കിലും ക്ഷണം നിരസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനോടും എതിര് പ്രവർത്തിച്ചവനാകുന്നു എന്നാണ്. ഈ ഹദീസ് കൊണ്ടാണ് വിവാഹത്തിന് ക്ഷണിച്ചാൽ, വിവാഹ സദ്യയിലേക്ക്, വലീമത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത്. അപ്പോൾ ഏറ്റവും നല്ല വലീമത്ത് എന്താണ്? ഏറ്റവും നല്ല വലീമത്ത് സാധുക്കളെ ഉൾപ്പെടുത്തുന്നതാണ്. ഏറ്റവും മോശപ്പെട്ട വിവാഹസദ്യ സമ്പന്നന്മാരെ മാത്രം ക്ഷണിക്കുകയും സാധുക്കളായ ആളുകളെ ക്ഷണിക്കാതെ ഒഴിവാക്കുകയും ചെയ്യുന്ന വിവാഹസദ്യയാണ് ഏറ്റവും മോശപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ആവശ്യമുള്ള ആളുകളെ വിലക്കുകയും ആവശ്യമില്ലാത്ത ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന വിവാഹസദ്യ, അത് ഭക്ഷണത്തിന് ആവശ്യമുള്ള ആളുകളല്ല വിളിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത ആളുകളെ വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ക്ഷണിക്കുക, അത് മോശപ്പെട്ട വിവാഹസദ്യയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹസദ്യക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് നിർബന്ധമായും ഉത്തരം ചെയ്യേണ്ടതുണ്ട്. ശരിയായ വിവാഹസദ്യ അതിൽ സാധുക്കൾ കൂടി ഉൾപ്പെടുന്നതാകുന്നു. മോശപ്പെട്ടതാകട്ടെ സാധുക്കളെ ഒഴിവാക്കി സമ്പന്നർ മാത്രം പങ്കെടുക്കുന്ന വിവാഹസദ്യ മോശപ്പെട്ടതാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും ക്ഷണിച്ചിട്ട് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും എതിരെ പ്രവർത്തിച്ചവനാണ് എന്ന ഹദീസും നമ്മൾ ഓർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.